നടൻ മേഘനാഥന്റെ അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെല്ലാം. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കായി ഷൊർണൂരിലെ വീട്ടിലേക്കാണ് മേഘനാഥന്റെ മൃതദേഹം എത്തിച്ചത്. അദ്ദേഹം ജനിച്ചു വളർന്ന അച്ഛൻ ബാലൻ കെ നായർ പണിത തറവാട്ടു വീട്ടിലേക്കാണ് മേഘനാഥന്റെ മൃതദേഹം എത്തിച്ചത്. അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരങ്ങളും കുടുംബാംഗങ്ങളുമെല്ലാം മേഘനാഥനെ അവസാനമായി കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആ വീട്ടിൽ. ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചാണ് 11 മണിയോടെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെയാണ് അദ്ദേഹത്തിന്റെ അമ്മ ശാരദ നായർ മകനെ അവസാന നോക്കു കാണുവാൻ മൃതദേഹത്തിനരികിലേക്ക് എത്തിയത്. തൊട്ടരികിലുള്ള സോഫയിൽ മേഘനാഥന്റെ മുഖത്തേക്ക് കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്ന ഭാര്യയ്ക്കും മകൾക്കുമിടയിലേക്കാണ് ശാരദാമ്മയെ ഇരുത്തിയത്. ഉടനെ പേരക്കുട്ടിയുടെ കയ്യിൽ മുറുകെ പിടിച്ച് മകനെ അവസാന നോക്ക് കണ്ടപ്പോൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ആ അമ്മയുടെ കണ്ണുകൾ. 24 വർഷം മുമ്പ് ഭർത്താവിനെ നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിൽ നിന്നെല്ലാം കരകയറി മക്കളെ വളർത്തിയ ഈ അമ്മയ്ക്ക് തൊട്ടടുത്ത മാസങ്ങൾക്കിടെ 2 മക്കളെയാണ് നഷ്ടമായത്. ആ വേദന സഹിക്കാനാകാതെ തിരികെ മുറിയിലേക്ക് അമ്മ നടന്നപ്പോൾ വിതുമ്പലടക്കാനാകാതെ തേങ്ങുകയായിരുന്നു മേഘനാഥന്റെ ഭാര്യയും മകളും. മേഘനാഥന്റെ മകൾ പാർവതി അടുത്ത കാലത്താണ് വിവാഹിതയായത്. പിന്നാലെയാണ് അദ്ദേഹം ക്യാൻസർ രോഗത്തിന്റെ പിടിയിലായതും. മലയാള സിനിമാ സീരിയൽ ലോകവും സഹതാരങ്ങളും മാത്രമല്ല, അദ്ദേഹത്തിന്റെ ബന്ധുമിത്രാദികളും ഭാര്യയും മകളും വരെ അപ്രതീക്ഷിത മരണത്തിന്റെ ആഘാതത്തിലാണ് ഇപ്പോഴുള്ളത്. കുറച്ചു മാസങ്ങളായി ഗുരുതരമായ രോഗത്തിന്റെ പിടിയിലായിരുന്നു അദ്ദേഹം. എങ്കിലും എല്ലാം മറികടന്ന് അച്ഛൻ തങ്ങൾക്കരികിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭാര്യ സുസ്മിതയും ഇവരുടെ ഏകമകൾ പാർവതി മേഘനാഥും. പാർവതിക്ക് അച്ഛൻ എന്ന സ്ഥാനത്തിനപ്പുറം കൂട്ടുകാരനും എന്തും തുറന്നു പറയാവുന്ന വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം. അച്ഛനൊപ്പമുള്ളപ്പോൾ കിട്ടുന്ന ധൈര്യമായിരുന്നു പാർവതിയുടെ ഏറ്റവും വലിയ കരുത്ത്. എന്നാൽ അപ്രതീക്ഷിതമായി തിരിച്ചറിഞ്ഞ രോഗം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ ഓരോ ദിവസവും വഷളാക്കുമ്പോൾ പ്രാർത്ഥനയോടെയായിരുന്നു അമ്മയും മകളും അച്ഛന്റെ തിരിച്ചുവരവിനായി കാത്തിരുന്നത്. ശ്വാസകോശ സംബന്ധമായ അസുഖമാണ് അദ്ദേഹത്തെ ബാധിച്ചത് എന്നായിരുന്നു കൂടുതൽ പേരും അറിഞ്ഞത്. എന്നാൽ വളരെ അടുത്തു നിന്നവരോട് മാത്രമേ അസുഖത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞിരുന്നുള്ളൂ. ക്യാൻസർ രോഗമായിരുന്നു അദ്ദേഹത്തെ ബാധിച്ചത്. തിരിച്ചറിഞ്ഞപ്പോഴേക്കും അല്പം വൈകിപ്പോയി. എങ്കിലും കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മുടങ്ങാതെ എത്തി ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് മുന്നെയാണ് അദ്ദേഹത്തിന്റെ രോഗം ഗുരുതരമായി മാറുന്നതും മരണത്തിലേക്ക് നടൻ പോകുന്നതും. ഷൊർണൂരിൽ നടക്കുന്ന പൊതുദർശനത്തിന് ശേഷം ഇന്ന് ഉച്ചയോടെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ജന്മനാട്ടിലെ മണ്ണിൽ തന്നെ സംസ്കരിച്ചത്. കോഴിക്കോടാണ് അച്ഛൻ ബാലൻ കെ നായരുടെ നാട്. അമ്മയുടെ നാടാണ് ഷൊർണൂര്. ശാരദയുമായുള്ള വിവാഹത്തിന് ശേഷമാണ് ബാലൻ കെ നായർ ഷൊർണൂരിലേക്ക് വരുന്നതും ഇവിടെ വീട് വെച്ച് താമസമാകുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.